അച്ഛൻ നാട്ടിൽ പോയി. എന്താ കരയണേ? അച്ഛൻ പറഞ്ഞതല്ലായിരുന്നോ നാട്ടിൽ പോവുന്ന്? അമ്മല്ലേ പൊന്നൂന്? ഇതാ ഈ മിഠായി തരാൻ പറഞ്ഞിട്ടാ പോയത് അച്ഛൻ. എന്തിനാ കരയണേ? അമ്മേനെ ഇഷ്ടമല്ല അപ്പൊ? അമ്മ പറഞ്ഞില്ലേ അമ്മ ഉണ്ടാവും ഇവിടെ എന്ന് പറഞ്ഞതല്ലേ? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ, പൊട്ടത്തി അച്ഛൻ പോയിട്ടില്ല. അയ്യേ അച്ഛനുള്ള പെട്ടിയൊക്കെ റെഡിയാക്കണം. നീ പോണ്ടോ നാട്ടില്? അപ്പൊ നീ പോയാ അമ്മ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അത് കുഴപ്പമില്ലല്ലേ നിനക്ക്? അമ്മ ഒറ്റയ്ക്കായ നിനക്ക് വിഷയമല്ല അല്ലേ? അച്ഛന്റെ കൂടെ പോണ്ടേ നാട്ടിക്ക്? അപ്പൊ അമ്മയോ? അമ്മ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കട്ടേന്നോ? അമ്മ വരൂല, അമ്മയ്ക്ക് ഡ്യൂട്ടി ഇല്ലേ. അപ്പൊ അച്ഛന്റെ കൂടെ പോയിക്കോളൂ ഒറ്റയ്ക്ക്. എന്തിലാ പോവാ? ഏറോപ്പഴത്തില്. അപ്പൊ ഏറോപ്പഴത്തിൽ ഒറ്റയ്ക്ക് പോവാൻ പേടിയാവൂല അച്ഛന്റെ കൂടെ അമ്മ അല്ലാതെ പോവാൻ? എങ്ങനെ ഏറോപ്പഴത്തിൽ ഇരിക്കേ പൊന്നു? സീറ്റ് ഉണ്ടാവോ? സീറ്റിലിരുന്ന് പോവും? സീറ്റ് ബെൽറ്റ് ഇടുവോ ഫ്ലൈറ്റില്? പിന്നെയോ എങ്ങനെ പൊന്തി പോവാ? കണ്ടില്ല, പൊന്തി പോവും ഫ്ലൈറ്റ്. അങ്ങനെ പോവാ? അപ്പൊ അമ്മ ഇവിടെ അങ്ങനെ നിന്ന് കരയും. പിന്നെ കരയണ്ടേ അമ്മ? എന്നാ അമ്മേനെ പൊന്നു പോകണ്ട, അച്ഛ പോയി വന്നോട്ടെ. അമ്മ മോള് പോണ്ട്? എന്തായാലും പോവും. അപ്പൊ രാത്രി കിടക്കുമ്പോ അമ്മ വേണ്ട? അച്ഛ കൂടെ കിടക്കുക? അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്നോളൂ? അന്ന് അക്കുനും കെട്ടിപ്പിടിച്ച് ഇവിടെ കിടന്നോളാം. അച്ഛൻ എൻ്റെ അടുത്ത് കിടക്കാന്ന് പറഞ്ഞോ? അത് മതിയില്ലേ? നല്ല മോളാണ് കേട്ടോ. ഇവിടെ വേറൊരാള് വരും ഇപ്പം. ഹണിയാൻറ്റിയും ബേബിയും വരും ഇപ്പം. അമ്മ ഇങ്ങോട്ട് വരാൻ വിളിച്ചിട്ടുണ്ട്. നന്ദ പോയാ അമ്മയ്ക്ക് ഹണിയാൻറ്റീനെയും കുട്ടീനെയും അമ്മ ഇവിടെ നിർത്തും. അപ്പൊ അമ്മയ്ക്ക് ബേബി ആയല്ലോ. അങ്ങനെ നിർത്തട്ടെ? അത് കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അണക്ക് പോകണം, അത്രയല്ലേ ഉള്ളൂ. നാട്ടിൽ പോയിട്ട് ഈ കോക്കൂനെ കാണുമ്പോ അമ്മ അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. അമ്മു ചേച്ചിനെയും ചുക്രൂനെയും കാണൂലേ? ചാച്ചനെ കാണൂലേ? ഓരോടൊക്കെ എന്താ പറയാ? ചാച്ചനുണ്ട്, ചിന്തുമ്മണ്ട്, ജുക്രുണ്ട്, അമ്മുച്ചേച്ചി ഉണ്ട്, കോക്കുണ്ട്, ചന്തുണ്ട്, അച്ചച്ചുണ്ട്, അച്ചമ്മണ്ട്, അച്ഛണ്ട്, അമ്മ ഉണ്ട്, ഡുട്ടുണ്ട്. എല്ലാരും കാണൂല്ലേ? ഹണി ആന്റീന്റെ ബേബി വന്ന മിഠായി കൊടുക്കോ? കൊടുക്കൂലേ? അത് നല്ല ചിരിക്കുടിക്കയാണ്. അമ്മയ്ക്ക് ആ ബേബീനെ മതി. നീ നാട്ടിക്ക് പോയിക്കോ. നീ ഇന്നട്ടേച്ച് പോവല്ലേ? അപ്പൊ ഞാനും എൻ്റെ ബേബിയും കൂടി ഇവിടെ ജീവിക്കും. നീ ഇന്നട്ടേച്ച് പോവൂലേ നാട്ടിക്ക്? പോവൂലേ നാട്ടിക്ക് ഇന്നട്ടേച്ച്? അമ്മേനട്ടേച്ച് പോവൂലേ നാട്ടിക്കോ? അച്ഛ കൂടെയോ? അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്ക് ആവില്ലേ നന്ദാ? അത് കുഴപ്പമില്ല. എനിക്ക് ഹണി ആന്റീന്റെ ബേബി ഉണ്ട്, അത് മതി. ഞാനും ആ ബേബി ഇവിടെ കെട്ടിപ്പിടിച്ച് കിടക്കും. നന്ദയ്ക്ക് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അമ്മയ്ക്ക് അപ്പൊ കുട്ടിയില്ല, അച്ഛക്ക് മാത്രമേ കുട്ടിയുള്ളൂ അല്ലേ? നമ്മളെ കൺമണിക്കുട്ടി വന്നു. കരച്ചിലൊക്കെ മാറ്റി വെച്ച ആള്. വാ വാ ഇങ്ങോട്ട് വാ. വാ, കൊറേ കാലായില്ലേ പോയിട്ട്. എന്തിനാ പേടിക്കുന്നത്? എന്താ ഞാൻ അച്ഛൻ പോയി കഴിഞ്ഞാൽ അന്നെന്താ ഞാൻ തിന്നുവോ? പേടിക്കാൻ? ഈ ഒരു പേടിക്കാരി വന്നിരിക്കുന്നു. ഞാൻ വരും. നന്ദ അമ്മ ഇവിടെ ഒറ്റയ്ക്കാവൂലേ നന്ദ? ആ അമ്മ ഒറ്റയ്ക്ക് ആയിക്കോട്ടെ.
പാലൊന്നും കിട്ടൂല. അച്ഛനെ പോന്നെ രാത്രി പാല് കുടിക്കണ്ട, ഉറങ്ങുമ്പോ കുടിക്കണ്ടേ? അപ്പൊ എന്താ ചെയ്യാ? കൊണ്ടുപോയിക്കോ സു, താങ്കൾ കൊണ്ടുപോയിക്കോളൂ. അന്നിഷ്ടല്ലോ, അന്നിഷ്ടല്ല ഇതിനെ. ഒന്നും കാട്ടിയിട്ടില്ല, ഒന്നും കാട്ടിയിട്ടേക്കല്ല, ഇഷ്ടല്ല. അച്ഛൻ പറഞ്ഞാൽ കേൾക്കൂലല്ലോ. ഒന്ന് നീച്ചൊന്ന് ചാട് നോക്കട്ടെ, കേൾക്കുക നോക്കട്ടെ. ചാട് അച്ഛൻ പോകുന്നില്ല, അച്ഛൻ വെറുതെ പറയാം. അച്ഛൻ ഇങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ആ ഇത് കുരുവോട് ഞാനത് വെളിച്ചെണ്ണ വറുത്തെ നോക്കും. ചവച്ചങ്ങോട്ട് തിന്ന്, എന്നിട്ട് തോല് തുപ്പിയാൽ മതി. നമ്മളെ സാധാ മത്തം വെട്ടിയപ്പോ അതിന്റെ കുരു എടുത്തതാ. പിക്ക് തന്നില്ലല്ലേ, ഞാൻ ഉണ്ടാക്കിട്ട്. എന്താ ഷൂ അല്ല, ചെരുപ്പ. ഒരു മത്തം കുരുവിന്റെ ഡിമാൻഡ്. മത്തം കുരുവിനുള്ള ഡിമാൻഡ് കൂടെ തന്നെ കാണട്ടെ. നമ്മളെ സാധാ മത്തം നന്നാക്കിയ കുരു കിട്ടിയപ്പോ അത് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വറുത്തതാ, ഉപ്പ് ഇട്ടിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. മറ്റത് തോലി ഭയങ്കര കട്ടൊന്നുമില്ല, ഇത് തോലിയോടെ തിന്നാ. അപ്പൊ കുഞ്ഞുട്ടി ഇവിടെ എന്തിങ്ങനെ കളിക്കും? അപ്പൊ കുഞ്ഞുട്ടി എന്നെ ചോദിച്ചു വരുമ്പോ ഞാൻ എന്താ പറയാ? ഈ പോണ്ട നന്ദാ. നന്ദയ്ക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് നന്ദ? ഒരു ഫ്രണ്ട്സ് ഉള്ളൂ. അബേനെ പോയിട്ട് കളിക്കാൻ പറ്റൂല അല്ലേ? ഈ ഫ്രണ്ടിനെ ഇഷ്ടം അല്ലേ? തല്ലുകൂടൂല, അതാണ് പ്രശ്നം. അതാണ് നല്ലത് അല്ലേ? എന്താണ് ഈ ഫ്രണ്ട്? ഈ ഫ്രണ്ട് ഈ പറയണോടത്ത് നിൽക്കും, അതല്ലേ കാര്യം. അപ്പൊ ഈ പറയണോടത്ത് നിൽക്കൂല അല്ലേ? ഈ സിനിമയൊക്കെ ഭയങ്കര ആഘോഷത്തോടെ കണ്ടൊരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛ നാളെ നാട്ടിൽ പോകുമ്പോ ആ നന്ദ അമ്മേനെ നോക്കണം, അക്കുവിനെ നോക്കണം, അജുവിനെ. അച്ഛൻ്റെ ഒപ്പോ പിന്നെ പാല് കുടിക്കണ്ട എനിക്ക്? എവിടുന്ന പാല് കുടിക്കും? പിന്നെ അച്ഛന്റെ പാല് കുടിച്ചോ? അച്ഛന് പാലില്ലല്ലോ. അമ്മേനെ അക്കുനൊക്കെ അല്ല, അമ്മേനെ അക്കുനെ അജുനൊക്കെ ആരാ നോക്ക? ആരാ നോക്ക? അച്ഛൻ നാളെ പോയാൽ എന്തൊക്കെ അറിയോ? കുഞ്ഞി പെട്ടിയിൽ അച്ഛൻ്റെ ഡ്രസ്സ് മാത്രം വെച്ചിട്ടില്ല, അന്നേരം ഡ്രസ്സ് വെച്ചിട്ടില്ല. വേണ്ട, അച്ഛനെ പൊന്നു വേണ്ട. അച്ഛ കൊണ്ട് അച്ഛനെ പൊന്നെ കൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് പോകട്ടോ. അച്ഛൻ്റെ പൊന്നിനെ കൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് പോകില്ല. അമ്മേനെ കൊണ്ടുപോകില്ല, അക്കുനെ കൊണ്ട് അച്ഛനെ പൊന്നിനെ മാത്രം കൊണ്ടുപോകും കേട്ടോ. അച്ഛൻ്റെ എന്ത് കുട്ടിയാണേ? കണ്ടാലും മതി. എൻ്റെ കുട്ടി തൊന്തരയുടെ അച്ഛൻ്റെ പൊന്നെ, അച്ഛൻ്റെ പൊന്നെ, അച്ഛൻ്റെ പൊന്നെ. അച്ഛൻ പോയിട്ട് ഓടി വരാം. അപ്പൊ പിന്നെ അമ്മ അവിടെ ഒറ്റയ്ക്കാവൂലേ? അമ്മക്ക് സങ്കടാവൂലേ? കരഞ്ഞോട്ടേന്നോ? അക്കും കരയും, നന്ദനെ കാണാൻ.
ആ? അച്ഛനപ്പം അങ്ങനെ കെട്ടിപ്പിടിച്ച് കറക്കോ പിന്നെ രാത്രി? അപ്പൊ പാല് കുടിക്കാൻ എന്താ ചെയ്യാ? പാല് കുടിച്ചണ്ട? അമ്മ പാല് കുടിച്ചണ്ട? അച്ഛൻ്റെ പാല് കടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അച്ഛന് വേറെ എടുക്കുള്ളൂ കേട്ടോ. കൊണ്ടേക്കോ ധൈര്യമായിട്ട് കൊണ്ടേക്കോ. അപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകും. ഞാൻ നിലമ്പൂരി വീട്ടിലേക്കും പോകും. ഇവിടുന്ന് നന്ദി അച്ഛനും പോയാല് ഈ അച്ഛന്റെ കൂടെയാണ് അമ്മേന്റെ കൂടെയാണ് പോണേ. അക്കും അജുമാവനും ഇവിടെ നിക്ക. എന്താ ഈ അച്ഛൻ കൂടെ പോവോ? അപ്പൊ അമ്മയ്ക്ക് ആരാ ഉള്ളേ? ബാക്കു നമുക്ക് രണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പാർക്ക് പോണം, ലുലുല് പോണം. എന്ത്? അച്ഛനെ കണ്ടിട്ട് ഓടി വരുവോ? എന്നാ ഞാനും അക്കും ഇവിടുന്ന് ലുലു പോവും, പാർക്ക് പോവും, ഒക്കെ പോവും കേട്ടോ. എന്നാ ഞാനും ഒക്കെ പോട്ടെ. അപ്പൊ അമ്മയ്ക്ക് ഇവിടെ കുട്ടിയില്ല, ഒന്നുമില്ല. അച്ഛൻ പോകുമ്പോ പോകണ ഒരു കുട്ടി. അപ്പൊ അമ്മയ്ക്ക് സങ്കടാവൂല എന്നെ കാണാഞ്ഞ? അമ്മയ്ക്ക് വരാൻ പറ്റില്ല, അമ്മയ്ക്ക് ഡ്യൂട്ടി ഉണ്ടേ. നന്ദയ്ക്ക് കുഴപ്പമുണ്ടാവില്ല. അയ്യോ അച്ഛൻ പോയിക്കൊന്നാല്. ഞാനും എന്റെ അക്കും പാർക്കിലൊക്കെ പോകും പോയി കഴിഞ്ഞാല്. അമ്മ ഒരു കാര്യം പറയട്ടെ, അച്ഛ പോയി അച്ഛനെ കണ്ട് ഓടി വന്നോട്ടെ. നമുക്ക് രണ്ടാക്കും ഇവിടെ പാർക്ക് പോണം, ബീച്ച് പോണം. സോമീനിയും കൂട്ടിയിട്ട് നമുക്ക് പോണ്ടേ? നമുക്ക് പടക്കമൊക്കെ കാണാൻ പോണ്ടേ? ഈ വരുന്നില്ല? ഓക്കെ, അക്കുലും കുഴപ്പമില്ല. നന്ദോടെ ചേച്ചീനെയും കണ്ട് നമ്മളിവിടെ ഖത്തറിൽ വലിയ മീനിനെ പിടിക്കാൻ പോവാം. മീനിനെ പിടിക്കാൻ പോവാ നമുക്ക് ബീച്ചില്. ഓക്കെ, അച്ഛൻ പോയിക്കോട്ടെ നാളെ. കേട്ടോ, ഞങ്ങള് മീനിനെ പിടിക്കാൻ പോട്ടെ സുഭാഷ് ചേട്ടാ. എന്നിട്ട് ഓക്കെ ഡൺ. ഇല്ല ഞാൻ കൊണ്ടുപോയി ആ ഞാൻ അച്ഛ കൊണ്ടുപോകും. അച്ഛനെ പറ്റുന്നേ അച്ഛ കൊണ്ടോ. എന്തിനാ കഴിയുന്നത്? അച്ഛ കൊണ്ടോ. ദൈവം ഞങ്ങൾ മീൻ പിടിക്കാൻ എങ്ങോട്ടുമില്ല. എന്റെ അപ്പം വരികയാണ് എന്റെ കൂട്ടി കേട്ടോ. അക്കോ നമുക്ക് പോവാട്ടോ നാളെ ലുലുവിലും പാർക്കിലും മിഠായും. ഞങ്ങള് കോക്കോന്റെ അടുത്ത് പോവും, ചന്തുവിന്റെ അടുത്ത് പോവും. എല്ലാം അയ്യേ തൂയല്ല. അക്കു വാ, നമുക്ക് രണ്ടാക്കും ഉറങ്ങാൻ പോവാം. ഇനി എന്റെ അച്ഛന്റെ കൂടെയല്ലേ ഉറങ്ങണത്? നാട്ടിൽ പോയി ഈ അച്ഛന്റെ കൂടെയല്ലേ ഉറങ്ങാ? അമ്മേന്റെ കൂടെ ഉറങ്ങണോ? അമ്മേന്റെ കൂടെ ഉറങ്ങാൻ വാ. അമ്മേന്റെ കൂടെ ഉറങ്ങാൻ വാ. അമ്മേന്റെ കൂടെ ഉറങ്ങാൻ വാ. കൊണ്ടോണേന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ രാത്രിയായി കരയും. അമ്മേന്റെ പൊന്നല്ലേ. അച്ഛനോട് അച്ഛനെ കണ്ടിട്ട് ഓടി വരാൻ പറയും. എന്നാ സൂ പോണ്ട കേട്ടോ. നാളെ പോണ്ട കേട്ടോ. ഈ പോണ്ട കേട്ടോ സൂ, പോണ്ടേ. അച്ഛൻ്റെ പൊന്നില്ലാതെ പോവില്ല കേട്ടോ. ഇനി വാ, അമ്മേൻ്റെ കൂടെ ഉറങ്ങാൻ വാ. നന്ദ അച്ഛൻ പോകുമ്പോ എങ്ങനെയാ കരയാ? കരയൂലേ? ഒന്ന് പറഞ്ഞു. അജിക്ക് പ്രാങ്ക് കൊടുത്ത പോലെ അച്ഛന് പ്രാങ്ക് കൊടുക്കാം. അജിക്ക് പ്രാങ്ക് കൊടുത്ത പോലെ അച്ഛനൊരു പ്രാങ്ക്. അച്ഛൻ പോകുമ്പോൾ സങ്കടപ്പെട്ട് അഭിനയിക്കണം. എങ്ങനെയാ? അയ്യോ അച്ഛ പോവല്ലേ, അങ്ങനെ പറയും. ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അയ്യോ അച്ഛ പോവല്ലേ, നീ അച്ഛനെ വിളിക്കട്ടെ. ഡന്നല്ലേ? സെറ്റല്ലേ?
സുഭാഷ് ചേട്ടാ, നന്ദയ്ക്ക് എന്തോ പറയാണ്ട്. നന്ദയ്ക്ക് എന്തോ പറയാണ്ട്. നന്ദിക്ക് എന്താ പറയാ? അയ്യോ ഒറ്റ പോലെ, ഒറ്റ പോലെ, അയ്യോ ഒറ്റ പോലെ, അയ്യോ ഒറ്റ പോലെ. ഇതാരോ പറഞ്ഞു പഠിപ്പിച്ച മാതിരി ഉണ്ടല്ലോ. അമ്മ അമ്മയാണോ? സുന്ദരി പെണ്ണാണ്, സുന്ദരി പെണ്ണ്. അച്ഛൻ തിന്നിട്ടുന്ന എന്താ സ്പ്രേ അടിച്ചിട്ടുണ്ടോ അച്ഛ? അയ്യോ ഒറ്റ പോലെ. അയ്യോ ഒറ്റ പോലെ, അയ്യോ ഒറ്റ പോലെ, അച്ഛാ. അയ്യോ ഒറ്റ പോലെ. പിന്നെ ചക്കന വിട്ടാൽ കേട്ടാണ് കേട്ടോ. വിട്ടാ നീ സൂ വന്നിട്ട് വെട്ടാം. അച്ഛൻ്റെ കുട്ടിയെ വക്കൊന്നും ഉണ്ടാക്കാൻ നല്ല തുണ്ടൊരു കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. അമ്മേനെ അക്കുനൊക്കെ നോക്കണം കേട്ടോ. പിന്നെ നല്ല നോട്ടം നോക്കോള്. അമ്മേനെ അക്കുനൊക്കെ നോക്കണം കേട്ടോ. എങ്ങനെയാ നോക്കി വെച്ചോക്ക്. അങ്ങനെ നോക്കി അച്ചാച്ച പാരി എന്നാ പറയാ. അക്കുസേട്ടാ, എയർപോർട്ടിൽ പോയിട്ടേ സീനാക്കാൻ നിൽക്കരുത്. എന്താ സീനിന്റെ അർത്ഥം? സീനിന്റെ അർത്ഥം എന്താ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. എയർപോർട്ട് പോയിട്ട് നന്ദ എങ്ങനെ അച്ഛന് ടാറ്റ കൊടുക്ക? അങ്ങനെ ടാറ്റ കൊടുക്ക എയർപോർട്ടിൽ നിന്ന്? അക്കു എങ്ങനെ ടാറ്റ കൊടുക്ക അച്ഛന്? അയ്യോ പോവേ, അച്ഛനാണുണ്ട്. സുഭാഷേട്ടാ, അച്ഛനാണുണ്ട്. അപ്പൊ അമ്മയോ? അമ്മ എന്നോ അമ്മ വരൂല. കൊണ്ടാക്കാൻ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? എയർപോർട്ട് കൊണ്ടാക്കാനല്ലേ നമ്മള് പോണേ, നാട്ടിക്കല്ലല്ലോ. എയർപോർട്ട് കൊണ്ടാക്കിയോ? ആ റെഡിയായി ഉണ്ടല്ലോ. അപ്പ കൂടെ വരണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ. അച്ഛനെ കൊണ്ടാക്കാൻ വരുന്നതാണ് എയർപോർട്ടില്. അതിനെന്തിനാ എനിക്ക് തങ്കണം? വയ്യേ വണ്ടി പാർക്കിംഗ് അല്ലടി. എന്തൊരു സങ്കടം. ചുണ്ടോട് കാണിക്കല്ലേ.
ചോട്ടെടുക്കണ്ടമ്മ. അതിനൊന്നും അതിനൊക്കെ ചോട്ടമ്മ എടുത്തു കേട്ടോ. ആ അതിന്റെയും ചോട്ടെടുത്തു. ഇറങ്ങടോ. വേണ്ടേ കുഞ്ഞൂട്ടിയായിട്ട് കളിച്ചോണ്ട് കേട്ടോ. അപ്പോ ഇത് ഓടരുത് 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 നന്ദ ഓടരുത്. അക്കു പിടിക്ക്. നന്ദ നന്ദ നിർത്ത് നിക്ക് നിക്ക്. വീണ് പോവും. അമ്മ പറയുന്ന അനുസരിച്ചിരിക്കും വീണ് പോവും. കൈ പിടിക്ക്. കൈ പിടിക്കണം. കൈ പിടിക്ക്. കൈ പിടിക്കുക. അവിടെ നിന്ന് അവിടെ ഇറങ്ങുമ്പോൾ വീണ് പോവും. കുട്ടി നോക്കണേ, കാരണം ഒറ്റ പോക്കുരൊക്കെ ഉണ്ടല്ലോ. എന്നാ ഡോറിന്റെ അടുത്തൊന്നും പോയി നിൽക്കരുത് കേട്ടോ. വെള്ള ഷർട്ട് ചളിയാവേ. കൊടുക്ക് കൊടുക്ക്. ചെല്ല് ചെല്ല്. അച്ഛന് പെട്ടി കൊടുക്ക്. അവര് കേറ്റൂല അവിടുന്ന്. ബാ. ഞങ്ങൾ എന്നിട്ട് പാർക്ക് പോവാണ്. ഇവിടുന്ന് ഞങ്ങള് നന്ദയ്ക്ക് ഫോണൊക്കെ തന്ന് ഞങ്ങൾ പാർക്ക് പോവും. ഊഞ്ഞാലാടാൻ പോവും ഞങ്ങൾ. എന്നിട്ട് ഊഞ്ഞാലിക്ക് വാ അക്കു. നമ്മൾ ഏത് ഊഞ്ഞാലിക്കാ പോണേ? ഏത് പാർക്കിക്കാ അക്കുന് വേണ്ടത്? വലിയ പാർക്കിലാ പോണ്ടേ? എന്താ വലിയ പാർക്കിക്കാ പോണത്? വെള്ളമുള്ള പാർക്കിൽ, ബീച്ചിലാണ് പോണത്. ബീച്ചിൽ പോണോ? ബീച്ചിൽ പോണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാനും അക്കും കൂടെ എവിടെയൊക്കെ പോവും, ചോക്ലേറ്റ് വാങ്ങും. നമുക്ക് ആ ദോഹ സെൻറ്ററിലൊക്കെ പോയാലോ? ചോക്ലേറ്റൊക്കെ വാങ്ങിയാലോ? കെൻസ് പോയാലോ? എന്നാൽ ഞാനും അക്കുമൊക്കെ പോവാട്ടോ. ഈ അച്ഛൻ പോയിക്കോ. ഓക്കെ. അപ്പം നമുക്ക് ഇന്ന് ഒരു കാര്യം ചെയ്തു, നന്ദയ്ക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഓടി വാട്ടോ. ഓക്കെ. ആ നോക്ക്, സെക്യൂരിറ്റി അടിക്കും അവിടെ. 10:10. അമ്മല്ലേ പണിക്ക്. ഒരു ടിക്കറ്റ് കൊണ്ട് എടുത്തിട്ട് കേട്ടോ. ഒരു ടിക്കറ്റും കൂടി ഇട്ടാ. കുട്ടിക്ക് ഒരു ടിക്കറ്റും കൂടി വേണേ. അപ്പൂനും നന്ദയ്ക്കും ഒരു ടിക്കറ്റും കൂടി എടുത്തിട്ട് വാട്ടോ. തുടച്ചു. അയ്യേ ഉമ്മച്ച അച്ഛൻ അച്ഛൻ ഉമ്മച്ച തുടച്ചല്ല. ടിക്കറ്റ് എടുത്തിട്ട് വാട്ടോ. നന്ദനെയും കൊണ്ടോണേ. നമുക്ക് അച്ഛന് സങ്കടം. ടിക്കറ്റ് എടുത്തിട്ട് പോരും പോരും. نذكر السادة المسافرين بأن بوابات الخروج إلى الطائرة
ഞാനും ഉണ്ട് താൻ. ഞാനും നന്ദി കൂടെ വരാം കേട്ടോ. അടുത്ത വണ്ടിക്ക് ഞങ്ങൾ വരാം കേട്ടോ. അടുത്ത ഫ്ലൈറ്റിന് ഞങ്ങൾ വരാം. നമുക്കിനി പാർക്ക് പോകണം കേട്ടോ. പാർക്കിക്കാ പോകണം. ഞങ്ങൾ നേരെ പാർക്കിൽ പോകും. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് അച്ഛൻ അവിടെ പോയി വരുന്നവരവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അക്കുമോനൊരു ഷോർട്ട് കരച്ചിൽ വരുന്നുണ്ടല്ലോ. എന്റെ അക്കു കരയില്ല. നോക്ക്, അക്കു കരയില്ലല്ലോ. നോക്ക് അക്കു ചേട്ടാ, നോക്ക്. അതുപടി ഞാൻ കൊണ്ടുപോകാം. ഞങ്ങൾ പോയി എടുത്തിട്ട് വരാം. ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. നമുക്കൊരു ടിക്കറ്റ് എടുക്കടാ. ഞങ്ങൾക്കൊരു ടിക്കറ്റ് വേണം കേട്ടോ. എങ്ങട്ടാ എന്താ കഴിഞ്ഞോ? ഏതെന്താ? എന്താ പറഞ്ഞു കൊടുക്കടാ. ഇതാണോ കുതിര? എന്നെ വിശ്വാസമല്ല. കുതിര 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 തോണിയാണ് നന്ദി. തോണി പിടിച്ചിരിക്കണ മനുഷ്യൻ. ചില കുതിരകൾക്ക് ചിലപ്പോൾ കുതിരയായിട്ട് തോന്നും. അതാണ് അക്കു കുതിരക്കൊക്കെ ഈ കുതിര എന്ന് പറഞ്ഞത്. അതെ കരച്ചിൽ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. എന്താ സങ്കടം? അച്ഛനെ കണ്ടോ? എന്താ കണ്ടോ? എന്താ അച്ഛനെ കണ്ടോ? ഇതിലെ കാണാം. കണ്ടോ അച്ഛൻ? കണ്ടോ? ഇവിടെ കണ്ടോ? അങ്ങനെ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിക്കാൻ പാടില്ല. എല്ലാരും ഓടി വരൂലേ? എല്ലാരും നോക്കണം. താടി വേദനയ്ക്ക് താടി കൂടിയതാ പ്രശ്നം. കുട്ടികളെ പിടിച്ച് വലിക്കുക. അക്കോസേട്ടന് കരച്ചിൽ ടൈം ആയിട്ടില്ല. വീട്ടിൽ ചെന്ന ഒരു കരച്ചിലുണ്ടാക്കും. ഇല്ലല്ല, ഈ പ്രാവശ്യം എൻ്റെ അക്കു നല്ല കുട്ടിയാണ് അല്ലേ? ഞാനൊരു നയാ സാധനം ഫുഡ് പുറത്തു. ഞാൻ ഡയറ്റ് തുടങ്ങിയ. ഞാൻ ഡയറ്റ് പ്ലാൻ തുടങ്ങി. എനിക്ക് പുറത്തത്തെ ഫുഡിന് പറ്റൂല. ശ്രീമോക്കും അക്കുനെ കരയിപ്പിക്കല്ലേ. അക്കു കരയില്ല. അക്കു സ്ട്രോങ് ആണ്. അക്കുന്റെ ബർത്ത്ഡേ പോയി, ഗിഫ്റ്റ് പോയി. രാത്രിത്തെ എന്താ വീട്ടിൽ കഴിക്കാനുള്ളത് ചോദിക്കണ ചോദ്യം പോയി. ചോറ് കഞ്ഞി എടുക്കട്ടെ. അക്കുന്റെ തടി കുറയ്ക്കാൻ പറ്റുമോ? അന്റെയും കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഡയറ്റ് തുടങ്ങി. എനിക്ക് പിന്നെ പോയല്ലോ. എനിക്ക് വേണമെങ്കിൽ പിന്നെ ഞാൻ പുറത്തുപോയി കഴിച്ചോളൂ നൈസായിട്ട്. അക്കു പക്ഷെ ഡയറ്റാ. അതാ വരുന്ന സുവച്ചൻ. അവിടെ എന്നാ മതി കേട്ടോ. പോവരുത്. പെട്ടിയിൽ വെച്ച് കൊണ്ടുപോയിക്കോളാൻ പറയും. നീ സന്തോഷിച്ചിരിച്ചോണ്ട് വിട്. ഞങ്ങൾ പാർക്കിലൊക്കെ പോകുമ്പോ വരുമ്പോ ഫോൺ കൊണ്ടുവരാൻ പറയട്ടോ. ഒന്ന് നാടക ചോൺ തന്നിട്ട്
നിങ്ങള് തരാതെ പോയപ്പോൾ അവൾക്ക് സങ്കടമായത് ഫോണേ. ഫോൺ കൊടുക്കാൻ പറഞ്ഞതല്ലേ. ഫോണും തരാതെ പറ്റിച്ചില്ല, അതുകൊണ്ടല്ലേ നന്ദ കരഞ്ഞ്. നന്ദേ അക്കുന് രാത്രിയത്തെ കരച്ചിൽ വീഡിയോ അയച്ചോ. അക്കുനെ കരയിപ്പിക്കും രാത്രി. അക്കുഞ്ഞി ഡയറ്റാട്ടോ. അക്കു വരുമ്പോ അക്കു മെലിഞ്ഞിട്ട് ചെറിയൊരാളായിട്ടോ വരിക അല്ലേ അക്കു? അച്ഛന്റെ ചോടുന്നല്ലേ. ഓ മൈ ഗോഡ്. സുവച്ചൻ ഭയങ്കര സങ്കടപ്പെട്ടാ പോണല്ലേ. ഓളാകട് നാടകം കളിച്ച രണ്ടാമത്തെ അവിടെ ഫോണ് ചോദിച്ചു. തിരിഞ്ഞു നോക്കണോക്കെ സുവച്ചൻ. നോക്കട്ടെ അക്കുന്റെ കലാപരിപാടികൾ നോക്കട്ടെ. ഓഹോ സന്തോഷായി. ഇതെന്തിനാ കരയണേ? ബാ അക്കോ അനക്കെന്താ വേണ്ടേ? നമ്മൾ ഇക്കാന്റെ പീടിയ പോണ് വേണ്ട സാധനം ഒക്കെ വാങ്ങിക്കണം എനിക്ക്. അനക്കെന്താ വേണ്ടേ? അവസരം മുതലെടുക്കാണില്ലേ സജി. അനക്ക് അച്ഛൻ പോണ ഒരു സങ്കടല്ലേ. ഞാനൊക്കെ അഞ്ച കരഞ്ഞു. നീ എന്താ കാര്യത്ത്? നീ രാത്രി കുറച്ച് കഴിയുമ്പോ പൊട്ടനായി കരയൂ നീ. എന്റെ കുട്ടി നല്ല കുട്ടിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അക്കു ചേട്ടാ, കരയരുതെന്ന്. കണ്ടോ എന്റെ കുട്ടി സ്ട്രോങ് കാണാ. അക്കു ഇപ്പൊ പൊട്ടു ഒന്നൊരു തൂവാല കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ കുപ്പ കരയും. നീ അവനെ കരയിക്കല്ലേ. നന്ദേന്റെ കഴിഞ്ഞില്ലേ അച്ഛന്റെ ഫോൺ എന്നിട്ട് പോയിക്കോ. തരാറിട്ട് പറ്റിച്ചു അല്ലേ. ഫസ്റ്റ് പോയപ്പോ തന്നില്ലല്ലേ നന്ദ, അതുകൊണ്ട് കരഞ്ഞാലേ. എന്റെ നാടക അന്നൊക്കെ ആണല്ലോ ആ പാവ അച്ഛൻ. പോയോടത്ത് തിരിച്ചു വന്നത് അതുകൊണ്ടാണല്ലോ. ഈ കാണിച്ച രണ്ടാമത്തെ വരവില് ഫോണും ചോദിച്ചുല്ലേ. ലിഫ്റ്റ് താഴെ ചാടി ഉറക്കെ ചാടി. ലിഫ്റ്റ് താഴെ ചാടാൻ അവിടെ നടക്കണേ. ഒരു ഉപയോഗമില്ല. അപ്പഴേക്ക് അച്ഛാന്ന് വിളിക്കണ്ടേ? അച്ഛാന്ന് വിളിക്കണ്ട ഉറപ്പാ? അച്ഛത് കാണുമ്പോണ്ടല്ലോ. ആര് കുട്ടിയാ? അങ്ങനെ തിരിഞ്ഞേക്ക്. നീ ഇങ്ങോട്ട് പറ. അച്ഛ പോയതിന് സങ്കടം ഉണ്ടോ? ഇങ്ങോട്ട് മുഖത്തൊക്കെ അവിടെ ക്യാമറ നോക്കി പറ. അച്ഛ പോയതിന് സങ്കടം ഉണ്ടോ? ഇതാണ് നിങ്ങളെ കുട്ടി. സുഹൃത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരുന്നോട്ടോ. പറ്റുന്നതാണ്. അനക്ക് അച്ഛനും പോയി മുട്ടായും പോയി. ഒരു മയത്തിലൊക്കെ കുബൂസ് അറിയോ? കുബൂസൊക്കെ എടുക്കുന്നുണ്ട്. അത് ബബിൾ ഗൺ, അതവിടെ വെക്കുക. അത് വേണ്ട. നല്ല ഈസ് അവിടെ. അതും ബബിൾ ഗൺ, അത് വേണ്ട. അക്കു തിന്നോട്ടെ, പക്ഷെ നന്ദ തിന്നണ്ട കേട്ടോ. അക്കുനൊന്നും കൊടുക്കണ്ട. അമ്മ എടുത്തു തരാം പൊന്നിക്ക്. ഇത് പോരെ? ഇത് വേണ്ട. പിന്നെ ഏതാ വേണ്ടത്?
ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവൂലേ അല്ലേ? ആ കിട്ടിയോ? അത് മതിയോ? ഇതെടുത്തോ. അത് മതിയോ? ഇതാണോ വേണ്ടത്? ഇതാണോ വേണ്ടത്? ഇതാണോ വേണ്ടത്? നോക്കെന്താ? മറ്റെടുത്തോ. മാമന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്താ കേട്ടോ. ആ, അവനെടുത്തോ. ഓടുത്താണ് മുതലെടുക്കാണ് സജി. ശ്രീമോള് ഡാർക്ക് ശ്രീ ബ്രിങ്കിൾസ്. ഇതിനെത്രയാ ബ്രിങ്കിൾസ്? അജോ 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 ഇതാ വരുന്നു. മതി മതി. അവിടെ നിന്ന് ഇതാ ചേട്ടൻ മതി എന്ന് പറയുന്നു. ഇത് ഏതെങ്കിലും കൊടുത്താലോ? ഇത് വേണ്ടേ? ഇതെത്രയാ? 8 രൂപയോ? അല്ലേ? ഇതെന്താ മാറ്റിയോ? സാധനം മാറ്റിയോ? ശ്രീ അക്കു ഏതെങ്കിലും ഒന്നേ ഓപ്ഷൻ ഉള്ളൂ കേട്ടാ. കടയിൽ എഴുതി തന്നാലോ? കടയിൽ എഴുതി തരട്ടെ? അത് വെച്ചിട്ടെടുത്തോ. എനിക്ക് ബിസ്ക്കറ്റും. നോട്ടെ അതെന്താ വേണ്ടാത്തെ? അതൊന്നും വാങ്ങിക്കാൻ പറ്റൂല കേട്ടോ. ഏത്? അത് ബിസ്ക്കറ്റ്. അത് പൊള്ളണ്ടാക്കണേ, പക്ഷെ അത് വാങ്ങിക്കാൻ പറ്റൂല. അത് എടുക്കാൻ പറ്റൂല പറഞ്ഞു ചേട്ടൻ. ആ ഇത് മതിയോ നോക്ക്. ഇത് ഇഷ്ടല്ലേ? ഇത് മതിയോ? അത് അമ്മയ്ക്കാണ്. കടയിൽ കൊണ്ടുപോകാത്ത 5 റുപ്യയുടെ ചെറിയ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റിയല്ലേ? ഇത് ഞാനേ തിന്നുള്ളൂ. ഞാൻ കാണിച്ചത് രണ്ടാള് അച്ഛൻ പോയ സങ്കടത്തില് നല്ലോ അത് ഇഷ്ടല്ലേ. ബ്ലഡി ബർഗേഴ്സ് എനിക്കണ്ട. അന്നൊന്നും ഞാൻ മേലെ കടയിൽ കൊണ്ടുപോകില്ല. നന്ദേനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചില്ലറ പൈസ കൊണ്ട് നോക്കും. ഇജ്ജ് വലിയ ബഡ്ജറ്റിലാ പിടിക്കുക. ഞാനാ ചെയ്തമ്മ, ഞാനാ മണ്ടൻ. പാവല്ലേ വെച്ചിട്ട് കേറിയത്. അവിടെ ഞാൻ ചെയ്ത തെറ്റ്. ഇപ്പടാ അന്നൊക്കെ വലുതായി ഞാൻ പറയില്ല. എന്റെ മക്കളെ കൊണ്ട് അന്നൊക്കെ പ്രതികാരം വീട്ടിക്കണം.